ഹായ്, നമസ്കാരം. ജർമ്മനി FST BFT കാറ്റഗറിക്ക് CSP പോർട്ടൽ വഴി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുമോ എന്നുള്ള ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്യുകയുണ്ടായി. ഇതിന്റെ ജർമ്മൻ കോൺസുലേറ്റിൽ നിന്നുള്ള ഒഫീഷ്യൽ റിപ്ലൈ ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഞാൻ എന്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. ഇത് കഴിഞ്ഞ ദിവസം അയച്ചതിന്റെ എംബസിയുടെ ഇമെയിൽ റിപ്ലൈ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതില് എംബസി പറയുന്ന കാര്യങ്ങൾ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻസ് തന്നിട്ടുണ്ട്. വിസ അപ്പോയിന്റ്മെന്റ്സ്, പ്രിപ്പയറിംഗ് യുവർ നാഷണൽ വിസ ആപ്ലിക്കേഷൻ, അതുപോലെ തന്നെ ഓൺഗോയിങ് നാഷണൽ വിസ പ്രൊസീജിയേഴ്സ്, പെൻഡിങ് ഡോക്യുമെന്റ്സ്, വിഡ്രോവല് ആപ്ലിക്കേഷൻ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ വിസ കിട്ടിയതിന് ശേഷം ഉള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ റിജക്ഷൻ കിട്ടിയാൽ എന്താണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഒരു മെയിലിൽ ഇവർ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടെന്നുള്ള കാര്യങ്ങൾ. ഇത് ജർമ്മൻ കോൺസുലേറ്റ് ബാംഗ്ലൂരിൽ നിന്നുള്ള ഇമെയിൽ ആണ് തന്നിട്ടുള്ളത്. മോർ ദാൻ 90 ഡേയ്സ് നാഷണൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർക്കാണ് ഈ ഒരു ബാംഗ്ലൂരിൽ നിന്നുള്ള ഈ ഒരു മെയിൽ ഉള്ളത്. 90 ഡേയ്സിൽ താഴെയാണ് ഷെങ്കൻ വിസയ്ക്കാണ് അപ്ലൈ ചെയ്തതെന്നുണ്ടെങ്കിൽ ജർമ്മൻ കോൺസുലേറ്റ് മുംബൈനെയാണ് നമ്മൾ ഡയറക്ട്ലി കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ കേരളത്തിലും കർണാടകയിലും റെസിഡൻസ് ആയിട്ടുള്ള ആളുകൾക്കാണ് ജർമ്മൻ കോൺസുലേറ്റ് ബാംഗ്ലൂർ വഴി പ്രോസസ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോയിന്റ്മെന്റ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ, വിസ അപ്പോയിന്റ്മെന്റ്സ് ഷെഡ്യൂൾഡ് ബൈ കോൺസുലാർ സർവീസസ് പോർട്ടൽ കറന്റ്ലി എമംഗ് ദ എലിജിബിൾ കാറ്റഗറീസ് ഫോർ ദിസ് ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ് ആർ. ഏതൊക്കെ കാറ്റഗറീസ് ആണ് ഇപ്പോൾ CSP പോർട്ടൽ വഴി നമുക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുന്ന ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. EU ബ്ലൂ കാർഡ്, സ്റ്റുഡൻസ്, മാസ്റ്റേഴ്സ്, അതുപോലെ തന്നെ ബാച്ചിലേഴ്സിന് പോകുന്നവരെ, ഓപ്പർച്യൂണിറ്റി കാർഡ്, ചാൻസേ കാർഡ്, അതുപോലെ തന്നെ വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് എംപ്ലോയ്മെന്റ് ആസ് എ സ്കിൽഡ് വർക്കേഴ്സ്. ഇത്രയും കാറ്റഗറി ആണ് നമുക്ക് CSP പോർട്ടൽ വഴി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു കാറ്റഗറിയിൽ നമ്മളുടെ വൊക്കേഷണൽ ട്രെയിനിങ് മാത്രമാണ് വരുന്നുള്ളൂ, വോളണ്ടറി സർവീസസ് വരുന്നില്ല. അതുപോലെ തന്നെ മോർ കാറ്റഗറീസ് വിൽ ബി സപ്പോർട്ടഡ് ബൈ ദ ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്. ബാക്കിയുള്ള കാറ്റഗറിയിൽ പെട്ടെന്ന് വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്, വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. ബാക്കിയുള്ള അതർ കാറ്റഗറീസ് അപ്പോയിന്റ്മെന്റ്സ് ക്യാൻ ബി ഷെഡ്യൂൾഡ് ഹിയർ. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ VFS ഗ്ലോബൽ വഴി നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് എടുക്കണം എന്നുള്ളതാണ് എംബസി പറയുന്നത്. വീണ്ടും തിരിച്ച് ഈ ഒരു ഇമെയിലിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെജോറിറ്റി ആയിട്ടുള്ള എല്ലാ കാറ്റഗറീസും കോൺസുലാർ സർവീസസ് പോർട്ടലിൽ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് ഈ നമ്മളുടെ അപ്ലൈ ചെയ്യുന്ന വിസയെ കുറിച്ച് ഏതാണെന്ന് ഉറപ്പില്ല എങ്കിൽ വിസ നാവിഗേറ്റർ ഉപയോഗിക്കാവുന്നതാണ്, അതിന്റെ ഒരു ഗൈഡൻസ് എടുക്കാവുന്നതാണ്. ഓൾറെഡി വിസ നാവിഗേറ്റർ ഗൈഡൻസ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ പറ്റുന്നത്, റിക്വയർഡ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ള ഒരു ലിങ്കും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺസുലാർ സർവീസസ് പോർട്ടൽ വഴി ഏതൊക്കെ സർവീസസ് അവൈലബിൾ ആണെന്നുള്ളത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഓപ്പർച്യൂണിറ്റി കാർഡ്, ബ്ലൂ കാർഡ്, അതുപോലെ തന്നെ ടേക്കിംഗ് അപ്പ് എംപ്ലോയ്മെന്റ് ആസ് എ അക്കാഡമിക്, ഇത്രയും കാറ്റഗറീസ് ആണ് വരുന്നുള്ളൂ. ഇതില് വൊക്കേഷണൽ ട്രെയിനിങ് മാത്രമാണ് വരുന്നത്. അതുപോലെ തന്നെ വിസ ഫോർ ബേസിക് ഓർ അഡ്വാൻസ്ഡ് വൊക്കേഷണൽ ട്രെയിനിങ് ആൻഡ് CK വൊക്കേഷണൽ ട്രെയിനിങ് ഫേസ് എന്നാണ് പറയുന്നത്. വോളണ്ടറി സർവീസസ് വരുന്നില്ല. പല ഏജന്റുമാരും CSP പോർട്ടൽ വഴി ടു CK വൊക്കേഷണൽ ട്രെയിനിങ് ഫേസ് ആണ് എടുക്കുന്നത്. ഈ വൊക്കേഷണൽ ട്രെയിനിങ് പ്ലേസ് എന്താണ്, ഈ ഒരു വിസ കാറ്റഗറി എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ടു CK വൊക്കേഷണൽ ട്രെയിനിങ് പ്ലേസ് ഇൻ ജർമ്മനിയിൽ നമുക്ക് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉള്ള കാറ്റഗറിയാണ് ഈ വരുന്നത്. 17(1) എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണിത്. ഈ ഒരു വിസയിൽ നമുക്ക് ജർമ്മനിയിൽ എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. 6 മാസത്തിനുള്ളിൽ നമ്മൾ സെർച്ച് ചെയ്തതിന് ശേഷം ഒരു വൊക്കേഷണൽ ട്രെയിനിങ് പ്രോഗ്രാം കണ്ടുപിടിച്ച് അതിലേക്ക് മാറാനുള്ള ഒരു കാറ്റഗറിയാണ്. ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. യൂഷ്വലി ഒരു 25 വയസ്സിൽ താഴെ ആയിരിക്കണം നിങ്ങളുടെ ഒരു ഏജ് ലിമിറ്റ് വരേണ്ടത്. അതുപോലെ തന്നെ 10th കഴിഞ്ഞ ആർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജർമ്മൻ ലാംഗ്വേജ് സ്കിൽസ് മിനിമം B1 ഫുൾ മൊഡ്യൂൾ അല്ലെങ്കിൽ B2 ഫുൾ മൊഡ്യൂൾ വേണം. അതുപോലെ തന്നെ ഇതിന് ഫൈനാൻഷ്യൽ പ്രൂഫ്സ് നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഒന്നെങ്കിൽ ബ്ലോക്ക്ഡ് അക്കൗണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ ഫോർമൽ ഒബ്ലിഗേഷൻ ലെറ്റർ. ജർമ്മനിയിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരുടെ സ്പോൺസർഷിപ്പ് ലെറ്റർ ആണ് ഈ വരുന്നത്. ഈ ബ്ലോക്ക്ഡ് അക്കൗണ്ട് കാണിക്കുന്നത് നമ്മളുടെ
ചെലവുകൾ എങ്ങനെ ലിവിങ് കോസ്റ്റ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഹെൽത്ത് ഇൻഷുറൻസ് ഇത്രയാണ് വേണ്ടത്. ഇതിന്റെ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് റിക്വയർമെന്റ് എന്നുള്ളത് നോക്കാം. നിങ്ങളുടെ വാലിഡ് പാസ്പോർട്ട്, വിസ ആപ്ലിക്കേഷൻ ഫോം, മോട്ടിവേഷൻ ലെറ്റർ, പ്രൂഫ് ഓഫ് ജർമ്മൻ ലാംഗ്വേജ്, അതുപോലെ തന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫൈനാൻഷ്യൽ മീൻസ് ഉദ്ദേശിക്കുന്നത് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ആണ്, ബ്ലോക്ക്ഡ് അക്കൗണ്ട് കൺഫർമേഷൻ ആണ്, അക്കോമഡേഷൻ പ്രൂഫ്, ജർമ്മനിയിലുള്ള അക്കോമഡേഷൻ പ്രൂഫ്, ഹെൽത്ത് ഇൻഷുറൻസ്, നിങ്ങളുടെ യൂറോപ്പ CV. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഒരു വിസ അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട ഡോക്യുമെന്റ്സ് റിക്വയർമെന്റ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു വിസയില് നമുക്ക് വർക്ക് അലൗഡ് അല്ല, വർക്ക് ചെയ്യാനായിട്ട് അലൗഡ് അല്ല. അതുപോലെ തന്നെ പാർട്ട് ടൈം ചെയ്യാനായിട്ട് സാധിക്കില്ല. നമ്മൾ 6 മാസത്തിനുള്ളിൽ ഒരു ഹൗസ് ബിൽഡിങ്ങിന്റെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് മാറണം. റെസിഡൻസ് പെർമിറ്റിന് വേണ്ടിയിട്ട് 16 ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ആണ് വരുന്നത്. അതിലേക്ക് മാറണം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു പോരേണ്ടി വരും. 6 മാസത്തിനുള്ളിൽ മാറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ. സോ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറിയിൽ ടു സീക്ക് വൊക്കേഷണൽ ട്രെയിനിങ് പ്ലേസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിൽ CSP പോർട്ടൽ വഴി FSJ വിസയ്ക്കോ BFD വിസയ്ക്കോ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ജർമ്മനിയിൽ പോകാനായിട്ട് നിൽക്കുന്ന FSJ BFD കാറ്റഗറിയിൽ പോകാൻ നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.